ഓണം സദ്യ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇതിങ്ങനെ ഇരുന്ന കാർഡ്ബോർഡിനെ ഇതിങ്ങനെ ആക്കിയത് എങ്ങനെയാന്ന് അറിയണ്ടേ? നമ്മൾ 2 ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് വന്നേക്കുന്നത് ഈ ഒരു മിനി സദ്യ കീ ചെയിനാണ്. അപ്പൊ പിന്നെ വിചാരിച്ചു അത് തന്നെ ചെയ്ത് കളയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഓണം കേരളത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ ഓണം എന്ന് പറയുമ്പോൾ ഫാമിലീസും റിലേറ്റീവ്സും കസിൻസും എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടാണ് ഓണം ആഘോഷിക്കാറുള്ളത് കേട്ടോ. അതിന്റെയൊക്കെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വാഴയിലയിൽ കഴിക്കുന്ന സദ്യ തന്നെ. അപ്പൊ ഞങ്ങള് കുട്ടികളൊക്കെ നിലത്തൊരു പായ വിരിച്ച് അതിന്റെ മേലെ ഇല ഇട്ടിട്ടാണ് എല്ലാരും കൂടെ നിരന്നിരുന്ന് കഴിക്കാറ് കേട്ടോ. ആ സമയത്ത് അടുത്തിരിക്കുന്ന ആളുടെ ഇലയിലുള്ള കായ് വറുത്തതും ശർക്കര വരട്ടിയൊക്കെ ചില സമയത്ത് കളവ് വേറുണ്ട്. അതെങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. അപ്പൊ ഈ ഓണം എന്നും നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിട്ട് ഒരു മിനി ഓണം സദ്യ തന്നെ ഒരുക്കാന്ന് വിചാരിച്ചു, അതും നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം എന്നും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കീ ചെയിൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനും അതല്ലെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുമായിട്ട് ഈ ഒരു കീ ചെയിൻ യൂസ് ചെയ്യാം അല്ലെ. അങ്ങനെ വൈറ്റ് ക്ലേ വെച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ചോറിന്റെ ഓരോ മണികളും ഉരുട്ടിയെടുക്കാൻ വേണ്ടി ഇച്ചിരി നല്ല ഞാൻ കഷ്ടപ്പെട്ടെ. അങ്ങനെ വാഴയിലയിൽ ചോറ് വിളമ്പിയതിനു ശേഷം അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് പഴം. അതിന് ഞാൻ എടുത്തേക്കുന്നത് യെല്ലോ ഫോം ക്ലേ ആണ് കേട്ടോ. ഈ ക്ലേസ് ഒക്കെ വാങ്ങണമെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഒക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ പച്ചടിയായി, കിച്ചടിയായി, അവിയലായി, സാമ്പാറായി, കായവറുത്തായി, ശർക്കര വരട്ടിയായി, അവസാനം പൊള്ളിച്ച ഒരു പപ്പടം കൂടി വെച്ചപ്പോ കംപ്ലീറ്റ് ആയി. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് പായസം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടേ. അത് നമുക്ക് ഓണത്തിന്റെ അന്ന് സ്പെഷ്യൽ ആയിട്ട് കുടിക്കാം. ബീൻസ് ഉപ്പേരി എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിലും ഞാൻ ക്ലേ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഉള്ളതിൽ വെച്ച് ക്യൂട്ടായത് അത് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് കറിയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമന്റ് ചെയ്യാലോ അല്ലെ. എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കീ ചെയിൻ ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ അറ്റാച്ച് ചെയ്തപ്പോൾ സെറ്റായി. അപ്പൊ ഈ ഓണം നിങ്ങളുടെ മനസ്സിൽ എന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി ഇതേപോലെ ഒരു കീ ചെയിൻ ഉണ്ടാക്കി കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.